അല്ല, ഇവിടെ ഇങ്ങനെ മുറി ഒരുക്കി തന്നെല്ലാം പാടി നിൽക്കാൻ പോവാണോ? ജോലിക്ക് പോകുന്നില്ലേ? അല്ലെങ്കിൽ തന്നെ ഈ മാസം ഒരുപാട് അവധി എടുത്തു. ദേ ഇപ്പൊ പോയിരുന്നെങ്കിൽ ആ 11 മണിക്കുള്ള എക്സ്ട്രാ ഡ്യൂട്ടിക്കെങ്കിലും കയറായിരുന്നല്ലോ. എന്തിനാ രോഹിത്തെ കിട്ടുന്ന പൈസ വെറുതെ അവധി എടുത്ത് കളയുന്നേ? ഇത്രയും നേരമായതുകൊണ്ട് പോകണ്ടെന്ന് കരുതിയതാ. രോഹിത് ഇപ്പൊ ഇവിടെ നിന്നിട്ട് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. എക്സ്ട്രാ ഡ്യൂട്ടിക്ക് കയറി ആ കാശ് ശമ്പളത്തിൽ കയറുമെങ്കിലും ചെയ്യും. എന്നാ പിന്നെ അച്ഛാ ഞാൻ പോയിട്ട് വരാം. വരുമ്പോ ശാരീരിക്കും കുഞ്ഞിനുള്ള മരുന്ന് സാധനങ്ങളൊക്കെ വാങ്ങിട്ട് വരാം. ഇതില് പറഞ്ഞിരിക്കുന്നത് മാത്രം വാങ്ങിച്ചാൽ മതിയല്ലോ, വേറൊന്നും ഇല്ലല്ലോ അല്ലേ? ബേബി പൗഡറിന്റെ കാര്യം ഡോക്ടർ പറഞ്ഞായിരുന്നു. പിന്നെ അതില് പ്രത്യേകം എഴുതിയിട്ടുണ്ടെന്ന് പറഞ്ഞിരുന്നു. അത് ഞാൻ നോക്കി വാങ്ങിച്ചോളാം. അതെ, അല്ല ഇനിയിപ്പോ രോഹിത് ഡ്യൂട്ടിക്ക് കയറിയാ ഇറങ്ങുമ്പോ ഒരുപാട് വൈകും. അപ്പൊ ഏത് മെഡിക്കൽ ഷോപ്പാ തുറന്നിരിക്കുന്നേ? അല്ലെങ്കിൽ പിന്നെ ഇതെല്ലാം വാങ്ങിച്ചുകൊണ്ട് ജോലിക്ക് കയറണം. അപ്പൊ പിന്നെ ഇതൊക്കെ എവിടെ വെക്കും? അതുകൊണ്ടേ രോഹിത്തിന്റെ ജോലിക്ക് പോ. വലിയച്ഛനും കുഞ്ഞിന്റെ കാര്യമേ എന്റെ അച്ഛൻ നോക്കിക്കോളൂ. അച്ഛൻ ഇപ്പൊ പുറത്തേക്ക് പോകുന്നുണ്ടോ? ഞാൻ പോയി വാങ്ങിച്ചോളാം. എന്നാ പിന്നെ ഞാൻ പോവാ അച്ഛാ. വന്ന ഓട്ടോ തന്നെ അങ്ങ് പോയാ മതിയായിരുന്നു. അടിച്ചതുകൊണ്ടാ ഓട്ടോ പോയത്. എന്നാ പിന്നെ നമുക്ക് അകത്തേക്ക് പോയാലോ? എണീക്ക് മോളെ, നമുക്ക് അകത്തേക്ക് ഇരിക്കാം. എടോ പോയി നോക്ക്. എത്ര എണ്ണം ഉണ്ടോ? 4 സർ. എടുത്തു വയ്ക്കേ. എല്ലാവർക്കും ഉള്ളത് കൃത്യമായിട്ടുണ്ടല്ലോ. ഓപ്പറേഷൻ തിയേറ്ററിൽ നിൽക്കുന്ന അസിസ്റ്റന്റ് നഴ്സ് മുതൽ ഹോസ്പിറ്റൽ മേലധികാരി വരെ എത്തുന്ന ഈ ചെയിൻ സിസ്റ്റത്തിലെ ഉള്ളറകൾ തേടി വെറുതെ ഒന്ന് സംശയിച്ച് പിന്തുടർന്നത് എത്തി നിൽക്കുന്നത് ദാ ഇവിടം വരെ. ഇങ്ങോട്ട് നീങ്ങിക്ക്. ഡോക്ടർ, ഈ അറ്റൻഡർ സുധേവൻ ഇപ്പോൾ കൈമാറിയ 4 ഓപ്പറേഷൻ കിറ്റുകളുടെ കാര്യത്തിൽ എന്ത് മറുപടിയാ ഡോക്ടർക്ക് പറയാനുള്ളത്? ഇത് 4ഉം ഇന്ന് നടന്ന 4 ഓപ്പറേഷനുകൾക്കായി അതാത് രോഗികളുടെ ബന്ധുക്കളെ കൊണ്ട് വാങ്ങിപ്പിച്ചതാണ്. ഞാനും വാങ്ങിച്ചു ഒരെണ്ണം, സുധാകരൻ എന്ന രോഗിയുടെ ബൈസ്റ്റാൻഡറായി നിന്നുകൊണ്ട്. പക്ഷേ ഈ 4 കിറ്റുകളും ഇന്ന് നടന്ന ഓപ്പറേഷനിൽ നിങ്ങൾ ഉപയോഗിച്ചിട്ടില്ല. അതെന്താ കാര്യം? അത് പിന്നെ ഓപ്പറേഷൻ ആവശ്യമുള്ള എക്യുപ്മെന്റുകൾ ഹോസ്പിറ്റലിലുണ്ടായിരുന്നു. അപ്പൊ പിന്നെ എന്തിനാ പാവപ്പെട്ട രോഗികളുടെ ബന്ധുക്കളെ കൊണ്ട് ഇത്രയധികം സർജിക്കൽ എക്യുപ്മെന്റ്സ് നിങ്ങൾ വാങ്ങിപ്പിച്ചത്? ഇവന്റെ ഇവിടുത്തെ ബിസിനസ് കിടക്ക, ഇതിലാർക്കും നഷ്ടങ്ങളില്ലല്ലോ. ഒരു മാസം പണിയെടുത്ത അക്കൗണ്ടിൽ വരുന്നത് ലക്ഷങ്ങളാ. മാഡം, ഈ സുദേവിന്റെ വീടൊന്ന് കാണണം. സാർ അവിടെ വന്നിട്ടുണ്ടായിരുന്നു? പിന്നെ സാറ് വരാതിരിക്കോ? നിന്റെയൊക്കെ ആസ്തി എത്രത്തോളം ഉണ്ടെന്ന് അറിഞ്ഞാലല്ലേ ഇവിടെ നിന്ന് എത്രത്തോളം കട്ടിട്ടുണ്ടെന്ന് അറിയാൻ പറ്റൂ. മാഡം, സ്വിമ്മിംഗ് പൂൾ ഇല്ലെന്നേ ഉള്ളൂ, ബാക്കിയെല്ലാം ആ വീട്ടിലുണ്ട്. ഒരു അറ്റൻഡറുടെ വീട് ഇങ്ങനെയാണെങ്കിലേ ഡോക്ടർമാരുടെയും മറ്റു ഉദ്യോഗസ്ഥരുടെയും വീട് ഏത് രീതിയിലായിരിക്കും? പാവപ്പെട്ടവരുടെ കാശല്ലേ മാഡം, കണക്കില്ലല്ലോ. എടോ, അന്നേ വിഷ്ണു കുഞ്ഞ 5-6 വയസ്സ് കാണും. നമ്മുടെ പ്രീതിയെ കൈക്കുഞ്ഞ, ഈ മലക്കടപ്പ് കിടക്കുന്ന പ്രായവാ. കുഞ്ഞിനെന്തോ വയറുവേദന വന്നിട്ടേ ഭാമ അവളെ കൊണ്ട് ഹോസ്പിറ്റലിലോട്ട് പോയി. അവരന്നു രാത്രി കുഞ്ഞിനെയും തള്ളയും കൂടെ
ഹോസ്പിറ്റലിൽ അങ്ങ് അഡ്മിറ്റും ആക്കി. ഭാമയെ കാണാതെ വിഷ്ണു ഇവിടെ കിടക്കുവോ? അവൻ ഉറങ്ങണമെങ്കിലേ അമ്മ വേണം. ഹോ, ഇവനൊരു കരച്ചിലങ്ങോട്ട് തുടങ്ങി. അന്ന് ഇന്നത്തെ പോലെ ജീപ്പും കാറും ഒന്നും ഇല്ലല്ലേ. ഞാൻ ഈ കരയുന്ന കുഞ്ഞിനെയും കൊണ്ടേ ദേ ആ കാണുന്ന ഗേറ്റിന് വെളിയിൽ പോയി അങ്ങനെ നിക്കുവാ. ഭാമ ഇപ്പൊ വരും എന്നും പറഞ്ഞേ കരച്ചിലോ, കീറിപ്പൊളിക്കുന്ന കരച്ചിലും. എടോ, ചെറുപ്പത്തിലേ നമ്മുടെ ഈ വിഷ്ണുവിനെ എന്നാ വാശിയാണെന്നറിയാവോ? മനുഷ്യനെ കഷ്ടപ്പെടുത്തി കളയുന്ന വാശിയായിരുന്നേ അന്ന്. പിന്നെ എപ്പോഴാ ആ കരച്ചിൽ നിർത്തിയെന്നറിയോ? വെളുപ്പിനെ 3 മണിയായി. അതുവരെ എന്നെ അവൻ ഈ വീടിനകത്തോട്ട് കയറ്റിയിട്ടില്ല. എന്താ സാറേ, എന്ത് പറ്റി? ശ്വാസം കിട്ടുന്നില്ല. ആ, നിർത്താതെ സംസാരിച്ചോണ്ടായിരിക്കും. സാർ എഴുന്നേറ്റ്, നമുക്ക് അകത്തോട്ട് പോവാം. അയ്യോ സാറേ, രാഘവ് സാറേ, എന്ത് പറ്റി? സത്യമേ, സത്യമേ, ഒന്ന് ഓടി വരണേ. അയ്യോ സത്യമേ, സത്യമേ, പെട്ടെന്നൊന്ന് വരണേ. രാഘവൻ സാറിന് എന്തോ പറ്റി. സത്യമേ, ഒന്ന് ഓടി വരണേ. അയ്യോ രാഘവ് സാറേ, സത്യമേ. അയ്യോ രാഘവൻ സാറേ, രാഘവൻ സാറ്, എന്താ പറ്റിയത്? രാഘവൻ സാറിന് വല്ലാത്തൊരു ബുദ്ധിമുട്ട്. ശ്വാസം എടുക്കാൻ പറ്റുന്നില്ലെന്നാ തോന്നുന്നേ. രാഘവേട്ട, എന്താ പറ്റിയത്? രാഘവേട്ട, വെള്ളം എടുക്കട്ടെ? പൊന്നി കുറച്ച് വെള്ളം എടുത്തോണ്ട് വാ. രാഘവേട്ട, നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം. വാ, എണീറ്റ് വാ. പൊന്നി പെട്ടെന്ന് വെള്ളം എടുത്തോണ്ട് വാ. രാഘവേട്ട, ഇതിനു മുമ്പ് വന്നതാ അന്നാ. എന്റെ ദൈവമേ. വിഷ്ണുവിടെ ഡോക്ടറെ കണ്ടതാ. ശ്ശോ.